Dear students, welcome to the class. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈബർ ലോ എന്താണെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയുന്നത് സൈബർ അഡിക്ഷൻസ്. അപ്പോൾ അഡിക്ഷൻ ഒരു കാര്യത്തിനോട് നമ്മൾ അഡിക്റ്റ് ആവുക. അപ്പോൾ നമ്മളൊരു ബുക്കിനോട് അഡിക്റ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിനോട് അഡിക്റ്റ് ആവുക, ഭക്ഷണത്തോട് അഡിക്റ്റ് ആവുക. നമ്മൾ പലതരം സാധനങ്ങൾ നമ്മൾ അഡിക്റ്റ് ആകുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധനം ഒരുപാട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനോട് അഡിക്റ്റ് ആവുന്നത്. അപ്പോൾ സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈബർ ലോകത്ത് എന്തായി പോവുക, അഡിക്റ്റ് ആയി പോവുക. അതായത് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അഡിക്റ്റായി നമ്മൾ അതിനൊരു അഡിക്ഷനായിട്ട് മാറുന്നതാണ് എന്ത് സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ മീൻസ് ദ ഓവർ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ടു സച്ച് എക്സ്റ്റെൻറ്റ് ദാറ്റ് എവറിഡേ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കൊളാപ്സസ്. അതായത് നമ്മൾ എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ എന്താണ് ഓവർ യൂസ്, അതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. Thus it finally leads to complete breakdown of his personal and social relationship, work and sleep routine as well as his mood and thinking capability. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നാണ്, ദാറ്റ് ഫൈനലി ലീഡ്സ് ടു എന്താ പറയുക കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഹിസ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വീട്ടിലുള്ളവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് സ്വന്തം അച്ഛനെയും അമ്മേനെയും പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓവർ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് കൊണ്ട് വരുന്നൊരു പ്രശ്നമാണത്. This term has been applied to describe those people who spend excessive amount of time online at the expense of their lives. The compulsive behavior takes the form of various activities that might include any or all of the following. ഏതൊക്കെയാണെന്ന് നമ്മൾ താഴെ പറയുന്നത്. അതിൽ പറയുന്ന റിലേഷൻഷിപ്പ്, സ്പെൻഡിങ് എക്സസീവ് എമൗണ്ട് ഓഫ് ടൈം സ്റ്റാർട്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് ഇൻ ചാറ്റ് റൂം വിച്ച് റീപ്ലേസ് റിയൽ ലൈഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒഴിവാക്കി പകരം നമ്മൾ ചാറ്റ് റൂം കയറി എന്ത് ചെയ്യാണ്, നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ, വാട്സപ്പൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, ആളുകളുമായിട്ട് എന്ത് ചെയ്യാണ്, ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് നേരിട്ടുള്ള റിലേഷൻഷിപ്പിനെ കട്ടാക്കുകയും പകരം പുറത്തുനിന്നുള്ള റിലേഷൻഷിപ്പിന് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യുകയും കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അഡിക്ഷനാണ്. ദെൻ മണി, ദിസ് മേ ടേക്ക് ദ ഫോം ഓഫ് കമ്പൽസീവ് ഗാംബ്ലിംഗ്, ഓൺലൈൻ ട്രേഡിംഗ്, ഓൺലൈൻ ആൻഡ് പാർക്കിംഗ് ഇൻ ഓൺലൈൻ അഡിക്ഷൻസ്, അതായത് ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ മണി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുക, നമുക്ക് പണം ഉണ്ടാക്കുക ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ, അതാണ് ഓൺലൈൻ മണി എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻഫർമേഷൻ സെർച്ചിങ്, കമ്പൽസറി വെബ് സെർവിങ് ഓർ ഡാറ്റാബേസ് സെർച്ചസ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇൻഫർമേഷൻസ് തപ്പിക്കൊണ്ടേയിരിക്കുക, ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ടേയിരിക്കുക. ഗെയിമിംഗ് അറിയാം, ഒബ്സസീവ് കമ്പ്യൂട്ടർ ഗെയിം പ്ലേയിങ് ഇൻക്ലൂഡിങ് മൾട്ടി യൂസർ ഗെയിംസ്. നമ്മൾ എന്ത് ചെയ്യാണ്, പലതരം കളികൾ കളിക്കുക, ഇൻ്റർനെറ്റ് വഴി പലതരം ഗെയിം കളിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് സമയം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്പെൻഡ് ആവുന്നുണ്ട്. ദെൻ സെക്സ്, അഡിക്ഷൻ ടു അഡൽട്സ് ചാറ്റ് റൂം, സൈബർ സെക്സ് ഓർ പ്രോണോഗ്രാഫി ഓൺ ദ ഇൻ്റർനെറ്റ്. നമ്മൾ വേണ്ടാത്ത പ്രോണോഗ്രാഫി അങ്ങനത്തെ സൈറ്റുകൾ എന്ത് ചെയ്യുക, കൂടുതൽ കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ സൈബർ അഡിക്ഷൻ എന്നുള്ളൊരു ഹെഡിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അഡിക്റ്റായി പോവുക. ദെൻ ഹൂ ക്യാൻ ബിക്കം അഡിക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്, ആർക്ക് ഇൻ്റർനെറ്റിനോട് അഡിക്റ്റഡ് ആവാം. അതിന് ആർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ആർക്ക് വേണമെങ്കിൽ എന്താവാം, ഇൻ്റർനെറ്റിന് അഡിക്റ്റ് ആവാം. ഇപ്പോൾ ഞാനും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും എന്താണ്, ഇൻ്റർനെറ്റിന് അഡിക്റ്റാണ്. ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീസ് കോൾഡ് ആൻ അഡിക്ഷൻ അല്ലെങ്കിൽ അഡിക്റ്റർ എന്ന് പറയാം. Anyone with access to the internet can become dependent upon computer and internet regardless of gender or age. അതായത് ഇതിനെന്തില്ല, പ്രായമോ അല്ലെങ്കിൽ ഏജോ അല്ലെങ്കിൽ ജെൻഡറോ അങ്ങനെയൊന്നുമില്ല, പെണ്ണാവാം ആണാവാം, ആർക്കും എന്താവാം, അഡിക്റ്റ് ആവാം. The internet and mobile technologies offer a world of attraction to all. It is available all the time, easily accessible, and it offers continuous entertainment and stimulation. ഇത് നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെന്തായി പോവുകയാണ്, അഡിക്റ്റായി പോവുകയാണ്. ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർനെറ്റ് അഡിക്ഷൻ ദീസ് ഇൻക്ലൂഡ്സ്, നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്. സ്കിപ്പിംഗ് മീൽസ്, ലൂസിങ് സ്ലീപ്പ് ആൻഡ് ടൈം ഫോർ അതർ തിങ്സ്. ഈവൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുക, ഇതൊക്കെ എന്താണ്, സൈബർ അഡിക്ഷൻ കൊണ്ട് വരുന്നതാണ്. ദെൻ റീഅറേഞ്ചിങ് ഡെയിലി റുട്ടീൻ ആൻഡ് നെഗ്ലക്റ്റിംഗ് സ്റ്റഡീസ് ഓർ അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ
നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ചെയ്യാതിരിക്കുക, നമ്മളെ പഠിത്തം ഇല്ല എന്താ പറയുക, നഷ്ടപ്പെട്ടു പോവുക, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. ദിസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു എഫക്റ്റ് പെർഫോമൻസ് ആൻഡ് റിലേഷൻ വിത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി. അപ്പോൾ വീട്ടിലുള്ള ആൾ ഫ്രണ്ട്സിന് ഫാമിലിനൊക്കെ എന്ത് ചെയ്ത് പോവുക, നഷ്ടപ്പെട്ടു പോവുക. നമ്മളിങ്ങനെ പരസ്പരം എപ്പോഴും സൈബർ ലോകത്താവുമ്പോൾ വീട്ടിലുള്ള അച്ഛനും അമ്മേനെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, അവരുമായിട്ടുള്ള സംഭാഷണമൊക്കെ എന്ത് ചെയ്യുക, നഷ്ടപ്പെട്ടു പോവുക. ദർ മേ ബി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എന്ത് സംഭവിക്കുക, നമ്മളുടെ ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസും വരാം. ചില നമ്മളിപ്പോൾ ഒരുപാട് പൈസ എന്തിനു വേണ്ടി നെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു എന്താ പറയുക, ലോവർ ലെവൽ ഇൻകം ഉള്ള ഒരാൾക്ക് നിന്നാണ് ബുദ്ധിമുട്ടാണ്. ദെൻ ദർ ആർ ഓൾസോ ഫിസിക്കൽ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ബാഡ് ഡയറ്റ്, ലാക്ക് ഓഫ് എക്സസൈസ് ആൻഡ് ഓൾസോ വിത്ത് എക്സ്റ്റെൻഡഡ് കമ്പ്യൂട്ടർ യൂസ്. അപ്പോൾ കുറേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, ഷോൾഡർ പെയിൻ ഉണ്ടാവാം. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് സൈബർ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ്. ദെൻ എന്താണ് സൈബർ അഡിക്ഷൻ, എന്താണ് അതിന് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ദെൻ ആരാണ് സൈബർ അഡിക്റ്റ് ആവുന്നത്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.